ഹലോ, ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈവനിങ് ടു നൈറ്റ് വരെ ഞാനിവിടെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച സ്കൈ ഷോട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റോക്കറ്റ് പോകുമ്പോൾ ആ ഒരു ലൈൻ വരുമല്ലേ, അപ്പോൾ ആ ക്ലിയർ സ്കൈയിൽ ആ ലൈന് മാത്രം വരുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഈവനിങ് ടു നൈറ്റ് വ്ലോഗ് ആണെങ്കിലും ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ഓംലെറ്റ് ട്രൈ ചെയ്യാം. ഇത് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാറില്ല, പക്ഷേ ഇന്ന് എനിക്ക് കഴിക്കണം എന്ന് തോന്നി. സോ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓംലെറ്റിൻ്റെ ഒക്കെ റെസിപ്പി വേണമെന്ന് ഷൂട്ട് ചെയ്ത് എന്തിനാ വെച്ചാൽ സംഭവം ഇത് ചെറുതായിട്ടൊരു വെറൈറ്റിയാണ്. അപ്പം ഞാൻ 2 eggsഉം കുറച്ച് ചോറും പിന്നെ കുറച്ച് അനിയൻസും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓംലെറ്റ് പോലെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് കൊറിയാണ്ടർ ലീവ്സ്, ഗ്രീൻ ചില്ലി ഒക്കെ ഇടാം. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് അതും പിന്നെ പെപ്പർ ആൻഡ് സോൾട്ട് മാത്രം ഇട്ടിട്ട് ഒരു സിമ്പിൾ എന്നാൽ നല്ല വയറ് ഫില്ലിങ് ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതിന് ഞാൻ പറയാം ദോശച്ചട്ടി എന്നാണ്. കാരണം ഇതിലാണ് ദോശ ചൂടുക. സോ അതിൽ ഞാൻ ഓംലെറ്റ് അഴിച്ചു. സെമ്മ എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒഴിച്ചു പോയതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിക്കേണ്ടതായിരുന്നു. അതിപ്പോൾ എന്തായാലും ഓംലെറ്റ് കിട്ടിയാൽ പോരെ. എന്നിട്ട് പിന്നെ ഓംലെറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അതിങ്ങനെ പൊങ്ങി വരും. അതിനിടക്ക് ഉമ്മ നമ്മുടെ നാട്ടിൽ കൈ കാച്ചി എന്ന് പറയും. അപ്പോൾ പഴംപൊരി അതിന് വേണ്ടിയിട്ട് ബനാന കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓംലെറ്റ് ഇവിടെ സെറ്റായി. അത് മറിച്ചിട്ടിപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രാക്കാൻ, അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് ഓംലെറ്റ് കിട്ടിയാൽ മതി. സോ ഓംലെറ്റൊക്കെ റെഡിയായി. അതിനിടയിൽ നമ്മുടെ ഈ കൈക്കച്ചിക്ക് വേണ്ടിയിട്ട് ബാറ്റർ മിക്സ് ചെയ്യണമല്ലോ മൈദ വെച്ചിട്ട്, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചാണ് ഇത്. എന്താ വെച്ചാൽ കുറച്ചോ ലേഡീസ് ഫിംഗർ, അതായത് വെണ്ടക്ക പച്ചക്കറി എന്ന് പറയും, അതും കുറച്ച് നെയ്ച്ചോറും ഒരു ഓംലെറ്റും. സോ അതിനിടയ്ക്ക് ഓയിൽ കാണിച്ചെന്ന് വെച്ചാൽ ഈ കായ് കാച്ചാൻ വേണ്ടിയിട്ട് ഓയിലും അടുപ്പത്ത് വെച്ചിരുന്നു. സോ അതാണ് കാണിച്ചത്. അപ്പോൾ കുറച്ച് ചോറും കുറച്ച് പച്ചക്കറിയും ഒരു പീസ് ഓംലെറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഈ ഫ്രൈ ചെയ്യുന്നിടത്ത് പോയി. എന്നിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ചായ കുടിക്കുന്ന സീൻ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ചായ കുടിക്കുന്ന നേരത്താണ് എനിക്കൊരു തമ്മിൽ സെറ്റാക്കാനുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഏതാ കൊടുക്കണേന്ന് ക്യാൻവയിൽ പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോൾ പുറത്തു പോകാനുണ്ട്. അപ്പോൾ പുറത്തു പോകാനെന്ന് വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സംഭവം ഞാൻ ടൗണിലെത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്ക് ടൗണിലെത്തുമ്പോൾ ഭയങ്കര ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ വെട്ടിട്ട് തന്നെ എനിക്ക് ആകെ എൻ്റെ മൂടിയെ പോയി. സോ ഞാൻ ചെറിയ ഷോർട്ട്സ് എടുത്തിട്ടുള്ളൂ. ഞാൻ സംഭവം ഒരു ബേബി ഷോപ്പിലേക്കാണ് പോയത്. സോ അവിടുന്ന് വേണ്ട സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. അവിടുത്തെ ഓരോരോ സാധനം ഭയങ്കര ക്യൂട്ടാണ്. സോ അതൊക്കെ കണ്ടു നിന്നു. അങ്ങനെ ഞാനതൊക്കെ ചെറിയ ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു 7-7:30 മണിയാകുമ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ഈ ബ്ലോക്ക് എപ്പോഴാണ് തീർന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഉമ്മ നല്ല പത്തൽ ചോദിക്കുന്നുണ്ടായി. നമ്മുടെ നാട്ടിൽ പത്തൽ എന്നാണ് പറയുക, കുറേ നാട്ടിൽ പത്തിരി അങ്ങനെയൊക്കെ ഒന്ന് പറയലുണ്ട്. സോ അത് ഉണ്ടായിരുന്നു. പിന്നെ അതിനൊപ്പം ഞാൻ ചില്ലിക്കറി എടുത്ത് ഞാൻ കഴിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ചിട്ട് കിടക്കുകയാണ്.